സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കുറ്റവാളികളെ, ഇവിടെ കുറ്റവാളികളൊന്നും ഇല്ല ചിങ്കം സാറേ. ഓ സോറി, ഒരു പോലീസുകാരൻ കുറ്റവാളികളെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. സുഹൃത്തുക്കളെ, നമ്മുടെ ഫുർഫുര നഗരത്തിന് വേണ്ടി മോട്ടുവും പത്ലുവും മരങ്ങൾ നടാനുള്ള പുതിയ സംരംഭം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ എത്രത്തോളം മരം നടുന്നുവോ അത്രത്തോളം നമുക്ക് മഴ ലഭിക്കും. എത്രത്തോളം മഴ പെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് നല്ല വെള്ളവും കിട്ടും. പക്ഷെ ചിങ്കം സാറേ, ഈ മരം വലുതാവാൻ കുറെ സമയം എടുക്കൂലേ? വേറെ വല്ലതും പറയൂ. അതായത് ഇന്ന് മരം വെച്ചിട്ട് നാളെ അതിനെ കൊണ്ട് ഗുണങ്ങൾ കിട്ടുന്നത് പോലെ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, അതിനുള്ള പരിഹാരം എന്റെ കയ്യിലുണ്ട്. ഈ മരുന്ന് മരത്തിൽ ഒരു 2 തുള്ളി വീതം ഒഴിക്കണം. പിന്നെ മരം അങ്ങ് നോക്കി നിൽക്കുമ്പോ വലുതാവും. എന്റെ അത്തിപ്പാറ അമ്മച്ചി, നീ എന്തൊരു വണ്ടത്തമായി കാണിച്ചതോ? 2 തുള്ളി എന്നല്ല പറഞ്ഞ്. 2 തുള്ളി കൊണ്ട് എന്താവാനാ? അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ ബോട്ടിൽ ഒഴിച്ചത്. എന്നാലല്ലേ അതിന്റെ ഫലം പെട്ടെന്ന് നമുക്ക് കിട്ടുള്ളൂ. ഈ മരം എവിടുന്ന് വന്നതാ? ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇതാണ് നമ്മൾ ഇന്നലെ കുഴിച്ചിട്ട മരം. ഡോക്ടർ ജഡ്കയുടെ മരുന്ന് ഒഴിച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും വലുതായത്. അത് കണ്ടില്ലേ എത്ര വലിയ മാമ്പഴങ്ങളാണെന്ന്? പൊളിച്ചെടുത്തല്ലോ. ഈ മരം ഇത്ര വേഗം വലുതായോ? ചട്ക, നിങ്ങളുടെ മരുന്ന് ശരിക്കും അടിപൊളി തന്നെ. വരൂ, ആ മാങ്ങ പറിക്കാം. എത്ര നല്ല മാങ്ങകളാ ഉണ്ടായിരിക്കുന്നത്. അനങ്ങിപ്പോവരുത്, ഇത് എന്റെ മരമാണ്. മാമ്പഴം ഞാൻ പറിക്കും. എന്താ ഇത്? എന്നെ വിടൂ. ചെക്കാ, എന്നെ വല്യേട്ടാ, രക്ഷിക്കണേ. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഒരു മരത്തിനെയും പേടിക്കരുത്. നമ്മൾ തീയെയും മഴയെയും കൊടുങ്കാറ്റിനെയും കടലിനെയും പർവ്വതത്തിനെയും കീഴ്പ്പെടുത്തിയവരാണ്. പിന്നെയാണ് ഈ മരം. അതേ മോട്ടു, നീ പറഞ്ഞത് ശരിയാണ്. പോ, വേഗം പോയി മാങ്ങ പറിച്ചോണ്ട് വാ. പത്തലോ, ഇപ്പോഴല്ലേ ഞാൻ ഇടിമേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്? വീണ്ടും നീ എന്നെ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുവാ. മോട്ടു, മഴയെയും കൊടുങ്കാറ്റിനെയൊക്കെ തോൽപ്പിച്ച കഥ നീ ഇപ്പൊ പറഞ്ഞു നിർത്തിയല്ലേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ മരത്തേലോട്ട് ഒരുമിച്ച് കല്ലുകൾ എറിയാം. അപ്പൊ മാമ്പഴങ്ങളൊക്കെ താഴെ വീഴുകയും ചെയ്യും, നമുക്കത് ഒരുമിച്ചെടുത്ത് കഴിക്കുകയും ചെയ്യാം. ശരി, നമുക്ക് പോകാം. ഐക്യമത്യം മഹാബലം എന്ന് കേട്ടിട്ടില്ലേ? ഓർമ്മയിരിക്കട്ടെ. എന്ന് വെച്ചാൽ ഒരുമയാണ് ബലം. ഒരുമ എന്ന് വെച്ചാൽ യൂണിറ്റി. ആരോ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റി സ്ട്രെങ്ത് എന്ന്. വാ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പിടിച്ച് വലിച്ച് കല്ല് വിട്ടേക്കാം. ഇനി എനിക്കൊന്ന് കാണണം, ഈ മരം മാമ്പഴങ്ങൾ എങ്ങനെയാ രക്ഷിക്കുന്നത്. വിട്ടോളൂ. വരൂ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചെന്ന് മാമ്പഴം എടുത്ത് ഓടിക്കളയാം. ഈ മരം നമ്മൾ എന്ത് ചെയ്യുമെന്ന് നോക്കാം. പൊളിച്ചെടുത്തല്ലോ. സോറി മരം സാറേ, തെറ്റ് സംഭവിച്ചു പോയി. എന്റെ ദൈവമേ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. മരം ചേട്ടാ, ഞങ്ങളെ ഒന്ന് വിട്ടേക്ക്. മോട്ടു കാരണം ഞങ്ങൾ എന്തിനാ അങ്ങനെ വെറുതെ ഉപദ്രവിക്കുന്നേ? എന്റെ അമ്മോ, എന്റെ അമ്മോ, സോറി. നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. എന്നെ വെറുതെ വിട്ടേക്ക്. സോറി. ഇതെല്ലാം മോട്ടുവിന്റെ ഐഡിയ ആയിരുന്നു.
മരങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വല്ല നിയമം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ മരത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് ഇട്ടേനെ. എനിക്കൊരൊറ്റ മാങ്ങ കിട്ടിയാ മതി. പിന്നെ അത് വെച്ച് ഞാൻ റിസർച്ച് ഒക്കെ ചെയ്ത് ഒരു മരുന്നുണ്ടാക്കി ഇതിനെ അപ്രത്യക്ഷമാക്കി കാണിച്ചു തരാവ്. പക്ഷെ എനിക്ക് ഒരു മാങ്ങയെങ്കിലും കിട്ടണം. ഒരു മാങ്ങ ഒപ്പിക്കുന്നത് മോട്ടൂന് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഇല്ല എനിക്കിപ്പോ കിട്ടേണ്ടതൊക്കെ ശരിക്കും കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ പോവില്ല. ഇതിനൊക്കെ നീ തന്നെയാ കാരണം. അപ്പൊ നീ തന്നെ പോയാ മതി. നീയല്ല ഞങ്ങളെക്കാളൊക്കെ ഭയങ്കര ധൈര്യശാലി. ഓർമ്മയുണ്ടോ മോട്ടോ, നമ്മൾ ആർമിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നീ ഒറ്റയ്ക്ക് പോയി ശത്രുക്കളുടെ താവളം കീഴടക്കി അവിടെ കൊടി കുത്തിയില്ലേ? ഒന്ന് നിക്ക്, ഞാനിപ്പോ മാമ്പഴം എടുക്കുമല്ലേ. നിന്നോട് നിക്കാനല്ലേ പറഞ്ഞത്, എന്തായി കാണിക്കുന്നത്? മോട്ടോ രക്ഷിക്കേ. എന്താ ഇത്? എന്റെ കൂട്ടുകാരനെ വിടാനാ പറഞ്ഞത്. ഇപ്പം തന്നെ ഒരു മാമ്പഴത്തിന് വേണ്ടിയാണ് ഇത്രയും നാടകം. ഈ മാമ്പഴത്തിന് വേണ്ടിയാണോ നീ കിടന്ന് പഠിക്കുന്നത്? ഇത് ഏത് ഇനമാന്ന് പോലും അറിയില്ല. ഇത് മൂവാണ്ടനാണോ കിളിച്ചുണ്ടനാണോ നീലപ്പറങ്കിയാണോ ഒന്നും അറിയില്ല. എന്നിട്ടാണോ ഇത്രയും ഷോ? എന്നാ പിടിച്ചോ, എനിക്ക് വേണ്ടി നിന്റെ മാമ്പഴം. എന്റെ കൂട്ടുകാരന് വിട്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ നിന്റെ മാമ്പഴം? നീ തന്നെ ഞണ്ണ്. മോട്ടോ നീ എന്തായി ചെയ്യുന്നേ? മാങ്ങ കിട്ടുകയാണെങ്കിൽ അതിങ്ങോട്ട് മേടിച്ചോ. എനിക്ക് വേണ്ട ഇവന്റെ മാമ്പഴം. ഇവൻ ഇനമില്ലാത്തവനാണ്. ഇവൻ അറിയില്ല ഇവന്റെ ഇനം എന്താണെന്ന്. ഓടിക്കോ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയേ, എന്റെ നടു ഒടിഞ്ഞേ. മാങ്ങ ആർക്കെങ്കിലും കിട്ടിയോ? കിട്ടിയതാ, പക്ഷെ എന്റെ കൂടെ അത് വന്നില്ല. എനിക്ക് കിട്ടിയ ഒരു മാങ്ങ. കൊള്ളാം, അവസാനം എനിക്ക് തന്നെ ഈ മാമ്പഴം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. ആ മാങ്ങ ഡോക്ടർ ജഡ്കയ്ക്ക് റിസർച്ച് ചെയ്യാനുള്ളതാണ്, നിനക്ക് തിന്നാനുള്ളതല്ല. ഓ സോറി, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ മാങ്ങയുടെ തൊലി ആയാലും മതി, അത് വെച്ച് ഞാൻ ചെയ്തോളാം. മോട്ടോ ഈ മരുന്നൊഴിക്കുന്നത് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്. ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ ഒഴിക്കണം. എന്തെങ്കിലും ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും പറ. ഐഡിയ. നീ സമൂസ കഴിച്ച് മുമ്പിൽ നിന്ന് ആക്രമിക്ക്. ഞാൻ സമൂസ കഴിക്കാതെ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം. ഇല്ല. ഐഡിയ. ഓ, എനിക്ക് തോന്നുന്നത് ആ മരവും സമൂസ കഴിച്ചിട്ടുണ്ടെന്നാ. ഇതിനെ ഇനി പുറത്തെ കാറ്റടിപ്പിക്കാൻ പാടില്ല. എന്നും ഇതിനെ ഇതിനകത്ത് തന്നെ വെച്ചിരിക്കണം. മനസ്സിലായോ? പൊളിച്ചെടുത്തല്ലോ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതങ്ങ് കഴിഞ്ഞു കിട്ടി. ഈ ബോട്ടിൽ എനിക്ക് തരൂ. കുറച്ചു ദിവസം ഞാൻ ഇതിനെ ജയിലിനകത്തിട്ട് പൂട്ടി വെക്കട്ടെ. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടും. എന്തിനാ ഞങ്ങൾ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഞങ്ങൾ മനുഷ്യർക്കൊരു ചൊല്ലുണ്ട്, ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയോളം. പിന്നെ ഒരു ചൊല്ലുണ്ട്, പറയട്ടെ, കാക്ക കുളിച്ചാലേ ഒരിക്കലും കൊക്കാവില്ല. ഇപ്പൊ എന്തായി? നീ ജീവിതകാലം മുഴുവൻ ഇതിനകത്തായില്ലേ മരഭൂതമേ. ശരി എന്നാ ഒരു മാമ്പഴമെങ്കിലും തിന്നട്ടെ, ചെറുതായാലും സാരമില്ല.
ഓ, നീ എന്താ കാണിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ കാറ്റ് കൊള്ളിക്കരുതെന്ന്. ഓടിക്കോ. Watch India's largest kids library only on Jio Hotstar. Download the app now.